നമസ്കാരം. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ആ സംഭവം നടക്കുകയാണ്. യെരുശലേമിലെ ഗോൽഗോഥ കുന്നിൽ ആണിതറച്ച കൈകളുമായി കുരിശിൽ യേശു തൂങ്ങി കിടക്കുന്നു. കുരിശിൻ്റെ താഴെ അമ്മ മറിയം വാവിട്ട് കരയുന്നു. ശിഷ്യനായ യോഹന്നാനും മഗ്ദല മറിയവും അവിടെ ഉണ്ട്. എന്നാൽ അവിടെ ഒരാളുടെ അഭാവം ഉണ്ടായിരുന്നു. യേശുവിനെ കൈകളിൽ താങ്ങി നടന്ന, പണിക്കൂട്ടിൽ ജോലി പഠിപ്പിച്ച, ഹെറോദോസ് രാജാവിൻ്റെ വാളിൽ നിന്നും അവനെ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് ഓടിയ ആ മനുഷ്യൻ എവിടെ? അതെ, ഔസേപ്പിതാവ്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ വർണ്ണിക്കുന്ന ഒരു കഥാപാത്രമാണ് ഔസേപ്പിതാവ്. ആ ഔസേപ്പിതാവ് യേശുവിൻ്റെ പീഡനാനുഭവ സമയത്ത്, അദ്ദേഹത്തെ ക്രൂശിലേറ്റിയ സമയത്ത് എവിടെയായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് ബൈബിൾ മൗനമാണ് പാലിക്കുന്നത്. അദ്ദേഹം ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടോ, അതോ ചരിത്രം മറച്ച് പിടിച്ചതാണോ? ഹായ്, ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഔസേപ്പിതാവിനെ നാം അവസാനമായി കാണുന്നത് എവിടെ വെച്ചാണ്? ലൂക്കോയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ അത് കൃത്യമായി വിവരിക്കുന്നുണ്ട്. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ യെരുശലേം ദേവാലയത്തിൽ മാതാപിതാക്കൾക്കൊപ്പം പെരുന്നാളിന് പോകുന്ന സംഭവമാണ് ലൂക്കോയുടെ 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. പെരുന്നാളിന് ശേഷം മാതാപിതാക്കൾക്കൊപ്പം മടങ്ങുന്ന യേശുവിനെ കാണാതാകുന്നു. 3 ദിവസത്തെ തിരച്ചിലിന് ശേഷം യെരുശലേം ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുന്നു. യേശുവിനെ തിരയുന്നതിൽ ഔസേപ്പിതാവും മറിയവും ഉള്ളതായി കാണുന്നു. പിന്നീടുള്ള 18 വർഷം ഔസേപ്പിതാവിനെ കുറിച്ച് യാതൊരു വിവരവും ബൈബിൾ നൽകുന്നില്ല. യേശുവിൻ്റെ 30-ാം വയസ്സിൽ യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും പ്രസംഗങ്ങളെക്കുറിച്ചുമൊക്കെ ബൈബിൾ വാചാലമാകുന്നുണ്ടെങ്കിലും വളർത്തച്ഛനായ ഔസേപ്പിതാവിനെക്കുറിച്ച് ഒരക്ഷരം പോലും ബൈബിൾ ഉരിയാടുന്നില്ല. ഈ 18 വർഷങ്ങൾ ഔസേപ്പിതാവിന് എന്ത് സംഭവിച്ചു? ബൈബിളിൽ പറയുന്നില്ലെങ്കിലും ചില ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളിൽ പറയുന്നത് അദ്ദേഹം മരിച്ചിരിക്കാം എന്നാണ്. എന്തായിരിക്കും ചരിത്രകാരന്മാർ അങ്ങനെ വിശ്വസിക്കാൻ കാരണം? അതിനൊരു കാരണം പറയുന്നത്, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചാണ് യേശു ആദ്യമായി അത്ഭുതം പ്രവർത്തിക്കുന്നത്. ആ കല്യാണ വീട്ടിൽ അതിഥിയായി മറിയം ഉണ്ടായിരുന്നു. മറിയത്തോടൊപ്പം യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും അവിടേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ ഔസേപ്പിതാവിനെ അവിടെയും കാണുന്നില്ല. പാലസ്തീനിലെ അന്നത്തെ ആചാരം അനുസരിച്ച് ചടങ്ങുകളിൽ ക്ഷണിക്കുന്നത് കുടുംബത്തിലെ പിതാവിനെയാണ്. എന്നാൽ മറിയത്തെയാണ് ബൈബിൾ അവിടെ പരാമർശിക്കുന്നത്. ഔസേപ്പിതാവ് ഈ സമയങ്ങളിൽ ജീവിച്ചിരിപ്പില്ല എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കാനുള്ള സുപ്രധാനമായ ഒരു സൂചനയാണ് കാനായിലെ കല്യാണ വിരുന്ന്. മാത്രമല്ല, യേശുവിൻ്റെ വിചാരണ സമയത്തോ പീഡസഹന സമയത്തോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. മകൻ ക്രൂരമായി വധിക്കപ്പെടുമ്പോഴും പിതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഔസേപ്പിതാവ് മരണപ്പെട്ടു എന്ന് തന്നെയാണ്. ഇതിനെ കൂടുതൽ ശരിവെക്കുന്ന തെളിവ് കുരിശിൻ ചുവട്ടിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. യേശു മരിക്കാൻ നിമിഷങ്ങൾ ബാക്കിയിരിക്കെ യേശു തൻ്റെ അമ്മയെയും പ്രിയ ശിഷ്യനായ യോഹന്നാനെയും നോക്കി ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. യഹൂദ നിയമപ്രകാരം സ്ത്രീയുടെ ചുമതല അവരുടെ ഭർത്താവിനാണ്. ഭർത്താവ് മരണപ്പെട്ടാൽ മൂത്ത മകനും, മകൻ മരണപ്പെട്ടാൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കുമാണ്. ഔസേപ്പിതാവ് അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ യേശുവിന് തൻ്റെ പ്രിയ ശിഷ്യനെ അമ്മയെ ഏൽപ്പിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. ഔസേപ്പിതാവ് എന്ന് മരിച്ചു? എങ്ങനെ മരിച്ചു? എന്തുകൊണ്ട് ബൈബിൾ അത് മൗനം പാലിക്കുന്നു? എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഔസേപ്പിതാവ് 102 വയസ്സുവരെ ജീവിച്ചിരുന്നുവെന്നും മറിയയുടെയും യേശുവിൻ്റെയും സാമീപ്യത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നതും എന്നും. എന്നാൽ അതിനും കൃത്യമായ ഒരു വിവരണം ബൈബിൾ നൽകുന്നില്ല.
ഔസേപ്പിതാവ് മരിക്കുമ്പോൾ യേശുവിൻ്റെ സാമീപ്യം ഉണ്ടായതുകൊണ്ടായിരിക്കണം ക്രൈസ്തവർ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് ഔസേപ്പിതാവിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇതിനൊന്നും കൃത്യമായ തെളിവുകൾ ബൈബിൾ നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത.